രണ്ട് തരം വെല്ലുവിളികൾ ഈ യുവജന പ്രസ്ഥാനത്തിന് നേരിടേണ്ടി വരുന്നുണ്ട്. ഒരുപാട് വെല്ലുവിളികളുണ്ട്. പ്രധാനമായി ഈ സമൂഹത്തിന്റെ അകത്ത് നിന്ന് തന്നെയുള്ള വെല്ലുവിളിയാണ്. മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞ് ജീവിച്ചുകൊണ്ടിരിക്കുന്നവരുടെ ഇടയിൽ നിന്നുള്ള വെല്ലുവിളിയാണ്. അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അല്ലാഹു അല്ലാത്ത മരണപ്പെട്ട് മൺമറഞ്ഞു പോയ ആളുകൾക്ക് ശക്തിയുണ്ട്, അവരാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്നൊക്കെയുള്ള രൂപത്തിലുള്ള വിശ്വാസം വെച്ച് പുലർത്തി ആത്മീയ ചൂഷണത്തിന്റെ ആൾ രൂപങ്ങളായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പറ്റം ആളുകൾ അവരെ പിന്താങ്ങിക്കൊണ്ട്, അവർക്ക് ബോലോ തക്ബീർ പറഞ്ഞുകൊണ്ട്, അവർക്ക് കൈയടിച്ചുകൊണ്ട് എന്ത് വിഡ്ഢിത്തം പറഞ്ഞാലും, എന്ത് ശിർക്ക് പറഞ്ഞാലും, എന്ത് അനാചാരം പറഞ്ഞാലും, മനുഷ്യന്റെ ബുദ്ധിക്കും പ്രമാണങ്ങളുടെ പിന്തുണയും ഇല്ലാത്ത എന്ത് കാര്യം എടുത്ത് ഉരുവിട്ടാലും അതെല്ലാം മതമാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിച്ച് വിഴുങ്ങിക്കൊണ്ട് ജീവിക്കുന്ന ഒരു വിഭാഗമുണ്ട് ഇവിടെ. അതിനെതിരെയുള്ള സമരം ഏറ്റവും പ്രധാനപ്പെട്ട സമരമാണ്. അതാണ് ISM-നെ വ്യതിരിക്തമാക്കുന്നത്, മുജാഹിദ് പ്രസ്ഥാനത്തെ വ്യതിരിക്തമാക്കുന്നത്. മറ്റൊന്ന്, ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഈ കേരളത്തിനുള്ള ഏറ്റവും വലിയ പവിത്രത, ഏറ്റവും വലിയ അംഗീകാരം, ഏറ്റവും വലിയ നേട്ടം, ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് നവോത്ഥാന നായകന്മാരുടെ ഉഴുതുമറിക്കൽ കൊണ്ട് സമ്പന്നമായ സംസ്ഥാനമാണ് നമ്മുടെ ഈ കൊച്ചു കേരളം. ഈ കേരളത്തിൽ നവോത്ഥാന നായകന്മാർ ഉണ്ടാക്കിയെടുത്ത ഒരുപാട് മാറ്റങ്ങളുണ്ട്, ഒരുപാട് സാമൂഹികമായ സാഹചര്യങ്ങളുണ്ട്, സൗഹാർദ്ദതയുടെയും സഹിഷ്ണുതയുടെയുമായ രംഗങ്ങളുണ്ട്. അതൊക്കെ ഇന്ന് ഇല്ലായ്മ ചെയ്യാനുള്ള തീക്ഷ്ണമായ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അത്തരം രംഗങ്ങളിലും ഈ പ്രസ്ഥാനത്തിന്റെ നിലപാട്, ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ നിലപാട്, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാട്, അതിന്റെ ആധികാരിക യുവജന സംഘടന എന്നുള്ള നിലയിൽ ഇത്തിഹാദ് ശുബ്ബാനിൽ മുജാഹിദീന്റെ മുജാഹിദ് യുവജന വിഭാഗത്തിന്റെ ISM-ന്റെ നിലപാട്